സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ അധീന തുടരുന്നു. അവതരണം സിന്ധു അശോക്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന് അത്യാവശ്യ പണികൾ തീർത്ത ശേഷം ഹോംവർക്ക് ചെയ്യുകയായിരുന്നു അധീന. അപ്പോഴാണ് പാച്ചിയമ്മയുടെ വിളി. ആദി. എന്താ മുത്തശ്ശി? അവൾ വിളി കേട്ടു. വെളിച്ചെണ്ണയും കടുകും തീർന്നടി കൊച്ചേ. നീ ആ വടക്കേക്കര കവലയിലോട്ട് ചെന്ന് റാഫേലിൻ്റെ കടയിൽ നിന്ന് 1 കിലോ വെളിച്ചെണ്ണയും 100 ഗ്രാം കടുകും മേടിച്ചുകൊണ്ട് വേഗം വന്നീ. പാച്ചിയമ്മ വെളിച്ചെണ്ണ വാങ്ങാനുള്ള കുപ്പിയും പണവും എടുത്ത് അധീനയുടെ നേർക്ക് നീട്ടി. ഹോംവർക്ക് ഇന്ന് ഇത്തിരി കൂടുതലുണ്ട്. നാളെ ക്ലാസ് പരീക്ഷയുമുണ്ട്. അതുകൊണ്ട് പഠിക്കാനും ഏറെയുണ്ട്. എങ്കിലും പറ്റില്ലെന്ന് അവൾ പറഞ്ഞില്ല. മുത്തശ്ശി പിണങ്ങിപ്പോയാലോ? അധീന എഴുന്നേറ്റ് ചെന്ന് കുപ്പിയും പണവും വാങ്ങി. സൂക്ഷിച്ചു പോണേ മോളെ, വേഗം വരികയും വേണം. സന്ധ്യയ്ക്ക് മുമ്പ് ഇത്തിരി മീൻ വറുത്തെടുക്കാനാ. ഞാൻ വേഗം വരാം മുത്തശ്ശി. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് ചെടികളുടെ അടുത്തുണ്ട് ആര്യയും ആമിയും. ആര്യയുടെ കയ്യിൽ ഒരു പുസ്തകവും ഒരു വടിയും. അവൾ ഉടുപ്പിനു മീതെ ഒരു തോർത്ത് ചുറ്റിയിരിക്കുന്നു, സാരി പോലെ. ആമിയും തോർത്ത് ചുറ്റിയിട്ടുണ്ട്. ഇരുവരും ടീച്ചർമാരാണിപ്പോൾ. പൂത്തു നിൽക്കുന്ന ചെടികളാണ് അവരുടെ കുട്ടികൾ. ഒരു കുടയിൽ 10 ആപ്പിളുണ്ടേ. 2 ആപ്പിൾ ഇവൾ എടുത്തു തിന്നേ. ആര്യയെ ചൂണ്ടിക്കൊണ്ട് ആമി കുട്ടികളോട് ചോദിച്ചു. അപ്പം ബാക്കി എത്ര ആപ്പിളുണ്ട്? ആമി കയ്യിലിരുന്ന വടി കൊണ്ട് ചെടിയുടെ തലപ്പിൽ ഒരടി കൊടുത്തു. അപ്പം നീ പഠിച്ചോണ്ട് വന്നില്ലല്ലേ? മടിച്ചിയാണല്ലേ? -DA നിനക്ക് കിട്ടിയിട്ടുള്ളേ. നിനക്ക് 2 അടി തന്നിട്ടേ ഉള്ളൂ. ആര്യയും ചെടിത്തലപ്പിൽ 2 അടി കൊടുത്തു. അധീനയ്ക്ക് ചിരി വന്നു. കളിയിൽ ശ്രദ്ധിച്ചിരുന്ന 2 ടീച്ചർമാരും കാണാതെ അവൾ മുറ്റം കടന്ന് പടിക്കലേക്ക് നീങ്ങി. ഇച്ചേച്ചി. പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്ന് ആമിയുടെ വിളി. അവൾ അധീനയെ കണ്ടു കഴിഞ്ഞു. എവിടെ പോകുമോ ഇച്ചേച്ചി? അവൾ ഓടി വന്ന് അധീന ധരിച്ചിരുന്ന സ്കേർട്ടിൽ പിടുത്തമിട്ടു. മോള് ചെന്ന് കളിച്ചോ. ഇച്ചേച്ചി കടയിൽ പോയി വെളിച്ചെണ്ണയും കടുകും വാങ്ങി വേഗം വരാം. വെളിച്ചെണ്ണയും കടുകും വാങ്ങാൻ ഞാനും വരും. ആമി ശാഠ്യം പിടിച്ചു. അവൾക്ക് കരച്ചിൽ വന്നു കഴിഞ്ഞു. ഇച്ചേച്ചിയുടെ കൂടെ ഞാനും വരും. ആര്യയും എത്തിക്കഴിഞ്ഞു. വരണ്ട എന്ന് കർശനമായി പറഞ്ഞാൽ 2 പേര് സങ്കടപ്പെടും. അതുകൊണ്ട് അധീന പറഞ്ഞു. പോര്. ഇരുവരും അവളോടൊപ്പം തുള്ളിച്ചാടി റോഡിലേക്ക് ഇറങ്ങി. എനിക്കൊരു ലോലിപോപ്പ് മിഠായി മേടിച്ചു തരണം കേട്ടോ ഇച്ചേച്ചി, ആര്യ പറഞ്ഞു. എനിക്കും വേണം, ആമി ഏറ്റു പറഞ്ഞു. 2 ആൾക്കും തരാം. മൂവരും വടക്കേക്കര കവലയിലേക്ക് നടന്നു. വൈകുന്നേരമായതുകൊണ്ട് റാഫേലിൻ്റെ കടയിൽ തിരക്കുണ്ടായിരുന്നു. ഒരു വിധത്തിൽ അധീന വെളിച്ചെണ്ണയും കടുകും വാങ്ങി. ആര്യയ്ക്കും ആമിക്കും ലോലിപോപ്പും വാങ്ങിക്കൊടുത്തു. ഇച്ചേച്ചിക്ക് വേണ്ടേ? ആര്യ ചോദിച്ചു. ഒരു മിഠായിയുടെ പൈസ കൂടി നഷ്ടപ്പെടുത്തേണ്ടെന്ന് അധീന തീരുമാനിച്ചിരുന്നു. എനിക്ക് വേണ്ട മോളെ, അവൾ പറഞ്ഞു. എൻ്റെ മിഠായി കുറച്ച് ഇച്ചേച്ചിക്കും തരാവേ. അധീനയുടെ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്നുകൊണ്ട് ആമി പറഞ്ഞു. മിഠായി എത്ര കിട്ടിയാലും മതിയാകില്ല ആമിക്ക്. തരാമെന്ന് പറച്ചിലേയുള്ളൂ, തരില്ല. അതറിയാമെങ്കിലും അധീന മൂളി. മൂവരും വീട്ടിലേക്ക് നടന്നു. പെട്ടെന്ന് റോഡിലൂടെ വന്ന ഒരു സൈക്കിളിൻ്റെ ബെൽ കേട്ടു. ഒപ്പം വിളിയും. അധീന. അവൾ നിന്നു. ഒപ്പം ആമിയും ആര്യയും നിന്നു. തെക്കേ വീട്ടിലെ അനന്തുവാണ് സൈക്കിളിൽ വന്നത്. രവീന്ദ്രൻ മാഷിൻ്റെയും വിജയകുമാരി ടീച്ചറിൻ്റെയും മകൻ. കടയിൽ പോയതാണോ നിങ്ങൾ? അവൻ ചോദിച്ചു. അതെ. അനന്തുവും അധീന പഠിക്കുന്ന സെൻറ് മേരീസ് സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്, 9ാം ക്ലാസ്സിൽ. വെളുത്ത നിറമാണ് അവന്. ഓമനത്തം നിറഞ്ഞ മുഖം. ചുണ്ടിനുമീതെ ഒരു കറുത്ത രേഖ പോലെ മീശ പൊടിക്കുന്നു. എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് അധീന, അത് പറയാൻ വിളിച്ചതാ, അവൻ മെല്ലെ പറഞ്ഞു. എന്തിനാ അനന്തേട്ടൻ സങ്കടപ്പെടണേ? അധീന ചോദിച്ചു. അന്ന് ഗ്രാൻഡ്ബായുടെ അസുഖം അറിഞ്ഞപ്പോൾ കാറ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഞാനല്ലേ നിൻ്റെ അച്ഛനെ വിളിച്ചോണ്ട് പോയത്. ഞാനന്ന് നിൻ്റെ അച്ഛനെ വിളിച്ചോണ്ട് പോകാതിരുന്നെങ്കിൽ. ഒന്ന് നിർത്തിയിട്ട് സങ്കടത്തോടെ അനന്ത് തുടർന്നു. നിൻ്റെ അമ്മ അന്ന് വീട്ടിൽ തനിച്ചകത്തില്ലായിരുന്നു. വീണ് തല പൊട്ടി ചോര പോയപ്പോൾ നിൻ്റെ അച്ഛൻ പോലും അവിടെ ഇല്ലാതെ പോയതുകൊണ്ടല്ലേ നിൻ്റെ അമ്മ? അധീനയ്ക്കും പെട്ടെന്ന് സങ്കടം വന്നു. അന്ന് ആദ്യം മുത്തശ്ശി പിണങ്ങിപ്പോയി. അത് കഴിഞ്ഞ് തങ്ങൾ മൂവരും സ്കൂളിലേക്കും പോയി. ഒടുവിൽ ഒരോട്ടം കിട്ടിയ സന്തോഷത്തോടെ അച്ഛനും പോയി. അതോടെ അമ്മ തനിച്ചായിരുന്നു അമ്മ പോയത്. ആരോടും ഒന്നും പറയാതെ, യാത്ര പോലും പറയാതെ. നിൻ്റെ അമ്മയെ തനിച്ചാക്കിയിട്ട് നിൻ്റെ അച്ഛനെ ഞാനന്ന് വിളിച്ചോണ്ട് പോയതിൽ നിനക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? അനന്ത് വീണ്ടും ചോദിച്ചു. ഇല്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ച് കാണിച്ചു.
അപ്പോഴാണവൻ അവളുടെ മുഖം ശ്രദ്ധിച്ചത്. മിഴികൾ തുളുമ്പി നിൽക്കുന്നു. അയ്യേ, നീ കരയുവാണോ? അല്ലെന്ന് വീണ്ടും അവൾ ചുമൽ ചലിപ്പിച്ചു. ശരി, നീ പൊയ്ക്കോ, അവൻ പറഞ്ഞു. വാ. അനിയത്തിമാരുടെ കയ്യിൽ പിടിച്ച് അവൾ നടന്നു. അവരെ അടുക്കി പിടിച്ചുകൊണ്ട് അവൾ പോകുന്നത് അനന്തു നോക്കി നിന്നു. പാവം അധീന. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ ഒരമ്മയായിരിക്കുന്നു. അധീനയും അനിയത്തിമാരും വീടിൻ്റെ മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ കണ്ടു വരാന്തയിൽ നിൽക്കുന്നു പാച്ചിയമ്മ. അവരുടെ മുഖത്ത് രോഷം. നിന്നോട് ആര് പറഞ്ഞടി ഇവരെയും കൂട്ടി കടയിൽ പോകാൻ? കണ്ടപാടെ പാച്ചിയമ്മ അധീനയോട് കയർത്തു. അവരെൻ്റെ കൂടെ ഓടി വന്നതാ വല്യമ്മച്ചി. ഞാൻ പറഞ്ഞിട്ട് അവർ നിന്നില്ല. എന്നാ പിന്നെ ഇവരെയും കൂട്ടിയിട്ടാ പോകുന്നതെന്ന് നീ എന്നാടി അസത്തെ എന്നോട് പറയാണ്ട് പോയത്? പാച്ചിയമ്മ അധീനയുടെ ചെവിയിൽ പിഞ്ചിക്കൊണ്ട് അവളെ ഉലച്ചു. ഞാൻ മുറ്റത്ത് വന്ന് നോക്കുമ്പോൾ പിള്ളേരില്ല. ഞാൻ പേടിച്ച് എവിടെയെല്ലാം തപ്പി നടന്നു. നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതല്ലേടി, തോന്നിയാസവും തന്നിഷ്ടവും കാണിക്കരുതെന്ന്. ചെവി വേദനിച്ചപ്പോൾ അധീന തുള്ളിപ്പോയി. കയ്യിലിരുന്ന വെളിച്ചെണ്ണയും കടുകിൻ്റെ പാക്കറ്റും അവൾ വരാന്തയിൽ വെച്ചു. എന്നിട്ട് അകത്തേക്ക് ഒറ്റ ഓട്ടം. മുറിയുടെ മൂലയിൽ ചെന്നിരുന്ന് അവൾ ഉറക്കെ വിങ്ങി പൊട്ടിക്കരഞ്ഞു. അമ്മയെക്കുറിച്ച് അനന്ത് ഓർമ്മിപ്പിച്ചതിൻ്റെ സങ്കടവും പാച്ചിയമ്മ നുള്ളിയ വേദനയും രണ്ടും അവളുടെ കരച്ചിലിനെ ശക്തിപ്പെടുത്തി. കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് ആമിയും ആര്യയും മുറിയിലേക്ക് ഓടി വന്നു. മുറിയുടെ മൂലയിൽ ചുരുണ്ടുകൂടിയിരുന്ന അധീന കരയുന്നത് കണ്ടപ്പോൾ അവർക്ക് സങ്കടമായി. മുത്തച്ഛി കാരണമാണ് ഇച്ചേച്ചി കരയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ആമി വേഗം തിരിച്ചോടി. അധീന വാങ്ങിയ സാധനങ്ങളുമായി അടുക്കളയിലെത്തിയിരുന്നു ആച്ചിയമ്മ. ആമി ചെന്നപാടെ പാച്ചിയമ്മയുടെ കൈക്കിട്ട് ആഞ്ഞ് ഒറ്റയടി. എന്തിനാ എൻ്റെ ഇച്ചേച്ചിയെ പിച്ചാൻ പോയേ? അതല്ലേ ഇച്ചേച്ചി കരയുന്നേ? ആമി രോഷത്തോടെ ചോദിച്ചു. അമ്പടി കേമി, പാച്ചിയമ്മ അമർഷം കൊണ്ടു. മുട്ടയെന്ന് വിരിച്ചില്ല. അവളെന്നെ തല്ലിയത് കണ്ടോ? എൻ്റെ ഇച്ചേച്ചിയെ പിച്ചിയാൽ ഞാൻ ഇനിയും തല്ലും. ആമി അതേ രോഷത്തിൽ നിന്നു. കൊള്ളാം, തള്ളയുടെ തല പോയി. നിന്നെയൊക്കെ തീറ്റിപ്പോറ്റാൻ രാവും പകരം കഷ്ടപ്പെടുന്ന എന്നോട് നീ ഇത് തന്നെ പറയണമെടി. പാച്ചിയമ്മ ദേഷ്യപ്പെട്ടു. നിന്റെ അച്ഛനിങ്ങോട്ട് വരട്ടെടി, ഞാനിത് പറഞ്ഞിട്ടേ ഉള്ളൂ. ഓഹോ, അത്രയ്ക്കായോ? അയ്യോ, ആമി ഭയന്നുപോയി. അച്ഛൻ ചൂരൽപ്പഴം തന്നാലോ? അവൾ തിരിച്ചോടി. പിള്ളേരാണേലെന്നാ, എത്ര കഷ്ടപ്പെട്ടാലും നന്ദിയില്ലാത്ത വകയാ. പാച്ചിയമ്മ പിറുപിറുത്തു. പാച്ചിയമ്മയെ ദേഷ്യപ്പെടുത്താതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചാണ് അധീന പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തത്. എന്തിനും അവൾ പാച്ചിയമ്മയോട് അനുവാദം ചോദിച്ചു. പാച്ചിയമ്മ ആവശ്യമുള്ളത്ര മീനും ഇറച്ചിയും ഒക്കെ വാങ്ങി ഇഷ്ടമുള്ള വിധത്തിൽ കറി വെച്ചും വറുത്തും എല്ലാവർക്കും വിളമ്പി. ചെലവ് ചുരുക്കണമെന്ന് പറഞ്ഞ് അത് വിലക്കണമെന്ന് അധീനയ്ക്കുണ്ടായിരുന്നു. എങ്കിലും അവൾ അതിന് മുതിർന്നില്ല. അതുകൊണ്ട് പാച്ചിയമ്മ സന്തുഷ്ടയായിരുന്നു. 1 മാസം കഴിഞ്ഞ് ഒരു ദിവസം രമണനെ കുഞ്ഞച്ചൻ സാർ വിളിപ്പിച്ചു. നിനക്ക് പകരം ട്രിപ്പ് ഓടാൻ പറ്റിയ ആളെ കിട്ടിയടാ, ദേവസ്യ പോകാമെന്നേറ്റു. രമണന് ആശ്വാസമായി. ദേവസ്യയ്ക്ക് 45 വയസ്സുണ്ട്. എന്നാലും രമണനെപ്പോലെ അസൽ ഡ്രൈവർ. വണ്ടിയും സ്റ്റിയറിങ്ങും കൈക്കുള്ളിൽ ഭദ്രം. നീ നാളെ മുതൽ പകൽ ഡ്യൂട്ടി നോക്കിക്കോ. കാഞ്ഞിരപ്പള്ളിയിലേക്ക് ദിവസം 3 ട്രിപ്പ്. എന്താ, സമ്മതിച്ചോ? സമ്മതിച്ചു സാറേ, വലിയ ഉപകാരം. പക്ഷേ ഒരു കാര്യമുണ്ട്. കുഞ്ഞച്ചൻ്റെ ശബ്ദത്തിൽ അല്പം കനമുണ്ടായി. എന്താ സാറേ? വണ്ടിയിലേക്ക് കയറാൻ നേരത്തും തിരിച്ചിറങ്ങുമ്പോഴും നിൻ്റെ ഈ സ്മോളടി ഉണ്ടല്ലോ, അത് വേണ്ട. അയ്യോ സാറേ, രമണൻ വിളറി. ഞാനൊന്നും അറിഞ്ഞില്ലെന്നാ നീ കരുതിയതല്ലേ? വിവരം മാത്യു സാറെങ്ങാനും അറിഞ്ഞാൽ പിന്നെ നീ വീട്ടിലിരിക്കേയുള്ളൂ. കുഞ്ഞച്ചൻ തുടർന്നു. നിന്റെ ഭാര്യ മരിച്ചു. നിനക്ക് സങ്കടമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കള്ളടിച്ച് വണ്ടി ഓടിച്ചോണ്ട് ആ സങ്കടം തീർക്കാൻ മേലാൽ നോക്കരുത്, കേട്ടല്ലോ? സാറേ, രമണൻ സമ്മതിച്ചു. എങ്കിൽ നാളെ രാവിലെ കാഞ്ഞിരപ്പള്ളിക്കുള്ള 8-ൻ്റെ ട്രിപ്പ് എടുത്തോ. ശരി, ഞാൻ 7:30 തന്നെ എത്തിക്കോളാം സാറേ. കുഞ്ഞച്ചൻ സമ്മതിച്ചു. രമണൻ വേഗം സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. വിജയൻ അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞച്ചൻ സാറ് പിടിച്ചു അല്ലേ? വിജയൻ ചോദിച്ചു. രമണൻ അലസമായി പറഞ്ഞു. അപാര കണ്ണും കാതും മൂക്കും അങ്ങേർക്ക്, വിജയൻ പറഞ്ഞു. രമണൻ മൂളി. അയാൾ തൻ്റെ യൂണിഫോം വയ്ക്കുന്ന അലമാരിയുടെ കള്ളി തുറന്നു. അതിനുള്ളിൽ ക്വാർട്ടർ കുപ്പിയുണ്ട്. അത് വേഗം പൊട്ടിച്ച് ഗ്ലാസ്സിലേക്കൊഴിച്ച് വെള്ളം ചേർത്ത് കുടിച്ചു. വിജയൻ അന്താളിപ്പോടെ നോക്കി. ഇതിത്തിരി കഴിക്കാതെ എനിക്ക് വീട്ടിലേക്ക് കയറാൻ വയ്യ വിജയ, രമണൻ വേദനയോടെ പറഞ്ഞു. ഇപ്പോഴും അവിടെ മുറ്റത്തും അടുക്കളയിലും മുറിക്കുള്ളിലുമൊക്കെ അവളുണ്ടടാ, എൻ്റെ ഭാനു. അവളെ നേരിടാൻ എനിക്കിത് കഴിച്ചേ പറ്റൂ. രമണൻ ഇറങ്ങിപ്പോയി. വിജയൻ സങ്കടത്തോടെ അത് നോക്കി നിന്നു. മുമ്പ് എത്ര പ്രസരിപ്പായിരുന്നു രമണേട്ടന്. ഇപ്പോൾ തളർച്ചയാണ് എപ്പോഴും. പാവം. രമണന് നൈറ്റ് ഡ്യൂട്ടി മാറ്റി ഡേ ഡ്യൂട്ടി ആക്കി എന്നറിഞ്ഞപ്പോൾ പാച്ചിയമ്മയ്ക്ക് ആശ്വാസമായി.
അത് എനിക്കും സന്തോഷം തോന്നി. ഇനി മുതൽ രാത്രിയിൽ ഇവിടെ അച്ഛൻ കൂട്ടുണ്ടല്ലോ. രാത്രിയിൽ കള്ളന്മാരെ ഭയന്ന് ഉറക്കം വരാതെ ഇനി കഴിയേണ്ടല്ലോ. രാത്രി ഊണ് കഴിഞ്ഞ് കിടക്കാൻ സമയമായി. രമണൻ അമ്മയുടെ റൂമിൻ്റെ വാതിൽക്കൽ എത്തി നോക്കി. പാച്ചിയമ്മ 2 കാലുകളും ബെഡിലേക്ക് കയറ്റിവെച്ച് ധന്വന്തരം കുഴമ്പ് പുരട്ടുകയാണ്. കാലിന് വല്ലാത്തൊരു കോച്ചിപ്പിടുത്തം. മകനെ മുറിയുടെ വാതിൽക്കൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു, വൈകുന്നതുവരെ ഈ വീട്ടിലെ പണി മുഴുവൻ അമ്മയല്ലേ ചെയ്യുന്നത്, അതും ഈ പ്രായത്തിൽ. അതാവും കാലിന് വിഷമം. ഉപ്പിട്ടിത്തിരി വെള്ളം ചൂടാക്കിക്കൊണ്ട് വരട്ടേമേ, ആവി പിടിച്ചാൽ ആശ്വാസം കിട്ടും, രമണൻ പറഞ്ഞു. മകൻ്റെ വാക്കുകൾ പാച്ചിയമ്മയെ സന്തോഷിപ്പിച്ചു. എങ്കിലും അവർ പറഞ്ഞു, അത്രയ്ക്കൊന്നും ഇല്ല മോനെ, കുഴമ്പ് പുരട്ടിക്കൊണ്ട് കിടന്നുറങ്ങിയാൽ മതി, നേരം വെളുക്കുമ്പോൾ സുഖമാകും. ഓ, നീ പോയി കിടന്നുറങ്ങടാ, രാവിലെ ബസ്സിൽ കയറാനുള്ളതല്ലേ. ശരിയമ്മേ, ഞാൻ ഉറങ്ങാൻ പോകുക. അയാൾ മെല്ലെ നീങ്ങി. അടുത്ത മുറി കുട്ടികളുടേതാണ്. അയാൾ വാതിൽക്കലെത്തി അകത്തേക്ക് നോക്കി. ആമിയും ആര്യയും ബെഡിൽ കെട്ടിപ്പിടിച്ചുറക്കമാണ്. അധീന കിടന്നിട്ടില്ല. അവൾ ടേബിളിനരികിലിരുന്ന് പഠിക്കുകയാണ്. പകൽ പാച്ചിയമ്മയ്ക്കൊപ്പം ചെയ്യാവുന്ന പടികളൊക്കെ ചെയ്യും. ആര്യയുടെയും ആമിയുടെയും എല്ലാ ശാഠ്യങ്ങൾക്കും കൂടെ നിൽക്കും. അതുകൊണ്ട് അവർ ഉറങ്ങിക്കഴിഞ്ഞാലേ അധീനയ്ക്ക് സ്വൈര്യമായി ഇരുന്ന് പഠിക്കാനാവും. അധികം ഉറക്കമിളക്കേണ്ട മോളെ, അവളെ നോക്കി അരിവോടെ അയാൾ പറഞ്ഞു. ഉറങ്ങിക്കോളൂ. ഊവച്ച, 2 ആൻസർ കൂടി പഠിക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞ് ഞാൻ കിടന്നോളാം. ശരി. രമണൻ തൻ്റെ റൂമിലേക്ക് പോയി കതകടച്ച് കിടന്നു. കിടക്കിയുടെ ഒരു ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നു, ഭാനുവിൻ്റെ ഭാഗം. അവളുണ്ടായിരുന്നപ്പോൾ എവിടെയും പൂർണ്ണതയായിരുന്നു. എല്ലായിടത്തും അവൾ നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ എല്ലായിടവും ശൂന്യമായിരിക്കുന്നു. അവളില്ലാത്ത ശൂന്യമായ ഇടത്തേക്ക് രമണൻ വലതുകരം നീട്ടി. കിടക്കയിൽ അവളുടെ ചൂടറിഞ്ഞിരുന്ന ഭാഗം, സുഖകരമായ ആ ചെറു ചൂട് ഇപ്പോഴും കിടക്കയിലുണ്ടോ? അയാൾ അങ്ങോട്ട് മുഖമമർത്തി. അതോടെ അയാൾക്ക് നെഞ്ചിടം വിങ്ങി. അയാൾ വേഗം എഴുന്നേറ്റു. വൈകുന്നേരം കൊണ്ടുവന്ന ചെറിയ ബാഗ് അലമാരയ്ക്കുള്ളിലുണ്ട്. അയാൾ അതെടുത്തു. കരുതൽ പോലെ വാങ്ങിവെച്ച മദ്യക്കുപ്പി അതിനുള്ളിലുണ്ട്. ബാഗ് തുറന്ന് അതെടുത്തു. കുപ്പിയുടെ അടപ്പ് തുറന്ന് വെള്ളം പോലും ചേർക്കാതെ കുറച്ച് വായിലൊഴിച്ചു. അയാളുടെ അന്നനാളവും ആമാശയവും കത്തി. നെഞ്ചു തിരുമ്മിക്കൊണ്ട് അയാൾ കിടക്കയിലേക്ക് വീണു. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് പുളഞ്ഞു. പിന്നെ എപ്പോഴോ ഉറങ്ങി. പിറ്റേന്ന് ബസ്സിൽ കയറും മുമ്പ് വിജയനെ കണ്ടപ്പോൾ രമണൻ പറഞ്ഞു, നൈറ്റോട്ടം മാറ്റി പകലോട്ടം വാങ്ങേണ്ടായിരുന്നു വിജയ. എന്തു പറ്റി രമണേട്ടാ? ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ രാത്രി ഇരുട്ടി വെളുക്കുന്നത് അറിയില്ല വിജയ. ശ്രദ്ധ മുഴുവൻ ഡ്രൈവിങ്ങിലാണല്ലോ. രമണൻ നെഞ്ചു തീർന്ന നൊമ്പരത്തോടെ തുടർന്നു. ഇതിപ്പോൾ വീട്ടിൽ കിടക്കുമ്പോൾ വല്ലാത്ത ഓർമ്മകളാണ് വിജയ. കിടക്കയിൽ അവളില്ലല്ലോ, അതാണ് സങ്കടം. അവളില്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല വിജയ. അത് പറയുമ്പോൾ പൊട്ടി വന്ന ഒരു തേങ്ങൽ രമണൻ അമർത്തുന്നത് കണ്ട് വിജയൻ അമ്പരന്ന് നിന്നു. രമണേട്ടാ, ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞുവെന്ന് രമണൻ വണ്ടി തോട്ടുങ്കൽ ട്രാവൽസിൻ്റെ ഗ്യാരേജിലിട്ട് കുഞ്ഞച്ചൻ സാറിൻ്റെ കയ്യിൽ കീ ഏൽപ്പിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു വിജയൻ്റെ വിളി. എന്താടാ? രമണൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഇവൻ്റെ ഒരരയുണ്ട്, അതടിച്ചിട്ട് പോകാൻ രമണേട്ടാ. അടുത്തു നിൽക്കുന്ന കിളി പ്രകാശനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിജയൻ പറഞ്ഞു. അമ്മയും പിള്ളേരും വീട്ടിൽ തനിച്ചാണെന്ന കാര്യം രമണൻ പെട്ടെന്ന് മറന്നു. എവിടെ? വാ. വിജയനും പ്രകാശനും രമണനെയും കൂട്ടി നടന്നു. മെലിഞ്ഞ ഒരു 25-കാരനാണ് പ്രകാശൻ. ബസ് സ്റ്റാൻഡിനപ്പുറത്തുള്ള റെയിൽവേ പാളത്തിൻ്റെ സൈഡിലൂടെ ഇരുട്ടിലും കണ്ണുള്ളവനെ പോലെ പ്രകാശൻ നടന്നു. റെയിൽവേ സ്റ്റേഷൻ അവസാനിക്കുന്നിടത്ത് വലതുവശത്താണ് പുറമ്പോക്ക് കോളനി. ഇടയ്ക്കിടെ മൊബൈലിലെ ടോർച്ച് മിന്നിച്ച് വിജയൻ രമണന് വഴികാട്ടി. ഒറ്റക്കട്ടയിൽ പണി തീർത്ത ഷീറ്റ് മേഞ്ഞ ഒരു ഒറ്റമുറി വീടാണ് പ്രകാശൻ്റേത്. അവൻ അകത്ത് കയറി ലൈറ്റിട്ടു. തറയിൽ ഭംഗിയായി ടൈൽ വിരിച്ചിട്ടുണ്ട്. പക്ഷേ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും ഉടുത്തുമുഴിഞ്ഞ വസ്ത്രങ്ങളും അവിടെ ചിതറിക്കിടക്കുന്നു. മുറിയിലാകെ ഒരു പുഴുകിയ ഉളുമ്പു മണം. രമണൻ്റെ മനം മറിഞ്ഞു. നിന്റെ അച്ഛൻ വന്നില്ലേടാ? വിജയൻ പ്രകാശനോട് ചോദിച്ചു. അത് കണക്കാ, വന്നാൽ വന്നെന്ന് പറയാം, പ്രകാശൻ അലക്ഷ്യമായി പറഞ്ഞുകൊണ്ട് അടുക്കള ചാർത്തിലേക്ക് നീങ്ങി. പ്രകാശൻ്റെ അച്ഛൻ മണിയപ്പൻ ചന്തയിലെ ചുമട്ടുകാരനാണ്. ഭാര്യ മരിച്ചു. പ്രകാശനെ കൂടാതെ ഒരു മകളേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ വിവാഹം കഴിച്ചു വിട്ടു. ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവൻ മദ്യപിച്ച് തീർക്കും. അതാണ് രീതി. പ്രകാശം പക്ഷേ വീട്ടിൽ വന്നിട്ടേ മദ്യപിക്കാറുള്ളൂ. അച്ഛനും മകനും തമ്മിൽ ഒരു പരാതിയുമില്ല. സന്തുഷ്ടമായ ജീവിതം. അടുക്കള ചാർത്തിൽ എവിടെയോ അച്ഛൻ കാണാതെ ഒളിപ്പിച്ചു വെച്ച ഒരു കുപ്പിയും എടുത്ത് പ്രകാശൻ തിരിച്ചെത്തി. അച്ഛൻ കണ്ടുപോയാൽ പിന്നെ ഇതെപ്പോ തീർത്തുവെന്ന് നോക്കിയാൽ മതി, പ്രകാശൻ ചിരിയോടെ പറഞ്ഞിട്ട് കുപ്പി ഇരുവരുടെയും മുന്നിൽ വെച്ചു.
പ്രകാശൻ നീക്കിയിട്ട കസേരയിൽ ഇരിക്കുകയാണ് രമണനും വിജയനും. മുമ്പിൽ കിടന്ന ഒരു ചെറിയ ബെഞ്ചിന്മേലാണ് കുപ്പി. വിജയൻ വേഗം അതിൻ്റെ അടപ്പ് തുറക്കാൻ നോക്കി. ഗ്ലാസ് എന്തിയടാ? ഒക്കെ അളിഞ്ഞു കിടക്കുക ചേട്ടാ, ഞാനൊന്ന് സോപ്പിട്ട് കഴുകിക്കൊണ്ട് വരാം. പ്രകാശൻ വീണ്ടും അടുക്കളച്ചാർത്തിലേക്ക് മറഞ്ഞു. അവിടെ പാത്രം തട്ടുന്നതിൻ്റെയും കഴുകുന്നതിൻ്റെയും ശബ്ദം കേട്ടു. അല്പം കഴിഞ്ഞപ്പോൾ ബെഞ്ചിൽ 3 ഗ്ലാസ് നിരന്നു. 2 പ്ലേറ്റിൽ പൊറോട്ടയാണ്, മറ്റേതിൽ പോർക്കുലർത്തിയത്. നല്ല സൂപ്പർ ഫ്രൈയാ ചേട്ടാ, കഴിച്ചു. പ്രകാശൻ പ്രോത്സാഹിപ്പിച്ചു. 3 ഗ്ലാസുകളിലും മദ്യം നുരഞ്ഞു. മുറിയിലെ മടുപ്പിക്കുന്ന ഉളുമ്പ് മണം ഇപ്പോൾ രമണന് അനുഭവപ്പെട്ടില്ല. അയാൾ ഗ്ലാസ്സിലേത് എടുത്ത് കഴിച്ചു. പൊറോട്ട മുറിച്ചു പോർക്ക് ഫ്രൈയും കൂട്ടി വായിലിട്ട് ചവച്ചു. ഭാനുചേച്ചി കൂടെയില്ലാതെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ലെന്ന് രമണേട്ടൻ പറഞ്ഞില്ലേ? രാവിലെ അത് കേട്ടപ്പോൾ എനിക്കും സങ്കടം വന്നു. അതേക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഒഴിഞ്ഞ 3 ഗ്ലാസ് വീണ്ടും നിറഞ്ഞു. എന്താ വിജയ, രമണേട്ടൻ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 37. 37 എന്നൊക്കെ പറഞ്ഞ ഒരു കലക്കം പ്രായമല്ലേ ചേട്ടാ? മുന്നിലെ ഗ്ലാസ് കാലിയാക്കിക്കൊണ്ട് പ്രകാശം പറഞ്ഞു. നല്ല ആരോഗ്യമുള്ള ശരീരം, ജീവിതം ആസ്വദിക്കേണ്ട സമയം. കൂടെ ഒരു പെണ്ണില്ലാതെ ഉറങ്ങാൻ പറ്റില്ല ചേട്ടാ, വിജയൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതല്ല വിജയ, രമണൻ തിരുത്തി. ഭാനു എനിക്കെൻ്റെ ജീവനായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു. അക്കാര്യമാ പറഞ്ഞത്. അവളുടെ വേർപാട് വല്ലാത്തൊരു ശൂന്യതയാണ് എനിക്ക്. സമ്മതിച്ചു. രമണേട്ടനും ഭാനുചേച്ചിയും തമ്മിലുള്ള സ്നേഹമൊക്കെ എനിക്കറിയാം. ഭാനുചേച്ചിയുടെ ജീവൻ പിടിച്ചു നിർത്താൻ രമണേട്ടൻ എത്ര കഷ്ടപ്പെട്ടു എന്നും അറിയാം. ഭാനുചേച്ചിക്ക് അസുഖമാണെന്നറിഞ്ഞതിൽ പിന്നെ ഒരു തുള്ളി മദ്യം പോലും രമണേട്ടൻ കഴിച്ചിട്ടില്ല. ആ പണം കൂടി എടുത്ത് ഭാനുചേച്ചിക്ക് മരുന്ന് വാങ്ങി താങ്ങും തണലുമായി കൂടെയിരുന്നു. പക്ഷേ ഒരു കാര്യം കൂടി സത്യമല്ലേ? എന്താടാ? ഭാനുചേച്ചിക്ക് അസുഖമാണെന്നറിഞ്ഞപ്പോൾ മുതൽ വിജയൻ നിർത്തി. അറിഞ്ഞപ്പോൾ മുതൽ? രമണൻ ചോദിച്ചു. അല്ല, അതറിഞ്ഞതിൽ പിന്നെ. എന്താടാ നീ തെളിച്ചു പറ. അല്ല, അതറിഞ്ഞതിൽ പിന്നെ രമണേട്ടനും ഭാനുചേച്ചിയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടോ? പ്രകാശൻ ആകാംക്ഷയോടെ രമണൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു രമണന്. എനിക്ക് അവളെ ജീവനോടെ കണ്ടാൽ മതിയായിരുന്നു വിജയ. എൻ്റെ കൂടെ എന്നും അവൾ ഉണ്ടായാൽ മതിയായിരുന്നു. വെറുതെ ഇടയ്ക്കിടെ അവളെ ഒന്ന് തൊട്ടാൽ പോലും എനിക്കത് ശക്തിയായിരുന്നു. രമണേട്ടൻ പറഞ്ഞത് ശരിയാ. നമ്മുടെ കൂടെയുള്ളവരെ കൂടെ തന്നെയുള്ളതാ നമ്മുടെ ശക്തി. പക്ഷേ ആ ശക്തി ഇപ്പോൾ രമണേട്ടനിൽ നിന്നും പോയില്ലേ? ആ പോയി, എല്ലാം പോയി. രമണൻ നെടുവീർപ്പിട്ടുകൊണ്ട് തുടർന്നു. ഇപ്പോൾ കാറ്റൊഴിഞ്ഞ ബലൂൺ പോലെയായി ഞാൻ. രമണേട്ടൻ ഇങ്ങനെ നിരാശപ്പെടരുത്. ജീവിതം ഇവിടം കൊണ്ട് തീർന്നെന്ന് കരുതുമ്പോഴാ നിരാശ തോന്നുന്നത്, വിജയൻ പറഞ്ഞു. അത് ശരിയാ, പ്രകാശനും ശരിവെച്ചു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ രമണേട്ടാ, 37 വയസ്സെന്ന് പറയുന്നത് ചെറുപ്പം തന്നെയാ. ഒരു പുരുഷ യൗവനത്തിൻ്റെ യഥാർത്ഥ കുതിപ്പ് 35 വയസ്സിന് ശേഷമാണെന്ന ആരോഗ്യമാസികയിലൊക്കെ വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രമണേട്ടൻ വിഷമിക്കേണ്ട. നിന്നുപോയ ജീവിതം പുനരാരംഭിക്കണം. രമണൻ നെറ്റി ചുളിച്ച് ഇരുവരെയും നോക്കി. ഒരു കൂട്ടു വേണം രമണേട്ടാ. നീ പറഞ്ഞു വരുന്നത്? അതേ രമണേട്ടാ, ഒരു 2ാം വിവാഹത്തെക്കുറിച്ച് തന്നെ. വേണ്ട, അത് വേണ്ട. എൻ്റെ ഭാനു പോയ പുറകെ അത് നടക്കില്ല വിജയ, രമണൻ തീർത്തു പറഞ്ഞു. രമണേട്ടൻ അങ്ങനെ തീർത്തു പറയണ്ട, വിജയൻ തുടർന്നു. ഭാനുചേച്ചി പോയിട്ട് 1 മാസം കഴിഞ്ഞതേയുള്ളൂ. ഇപ്പോൾ തന്നെ പോയി ഒരു കല്യാണം കഴിക്കാനല്ല പറഞ്ഞത്. സാവധാനം അതേക്കുറിച്ച് ആലോചിക്കണമെന്നാ പറഞ്ഞത്. അതേ ചേട്ടാ, സാവധാനം മതി, പ്രകാശനും പറഞ്ഞു. പക്ഷേ ആലോചിക്കണം. രമണൻ കേട്ടിരുന്നതേയുള്ളൂ. നമ്മളീ വണ്ടിയിലെ പണിയും കഴിഞ്ഞ് മടുത്തും വിഷമിച്ചുമല്ലേ ചേട്ടാ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ സ്നേഹത്തോടെ ഒരിറ്റു വെള്ളമെടുത്ത് തരാനെങ്കിലും ഒരുത്തി വേണ്ടേ? അതാ രമണേട്ട ഒരു പുരുഷൻ്റെ ശക്തി, വിശദീകരിച്ചു പറഞ്ഞുകൊണ്ട് വിജയൻ രമണനെ ശ്രദ്ധിച്ചു. തല കുമ്പിട്ട് ഒരേ ഇരിപ്പ് തന്നെ. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? എൻ്റെ ഭാനുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ. രമണൻ സങ്കടത്തോടെ എഴുന്നേറ്റു. കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്നത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഗ്ലാസ് ബെഞ്ചിലേക്ക് ശബ്ദത്തോടെ വെച്ചു. എന്നിട്ട് പുറത്തേക്കിറങ്ങി നടന്നു. റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ രമണന് തോന്നിയില്ല ഇരുട്ടാണെന്ന്. ഭാനുവിൻ്റെ സ്ഥാനത്തും മറ്റൊരുവൾ. രമണൻ പിറുപിറുത്തു. അവളെപ്പോലെ തന്നെ സ്നേഹിക്കാനും പരിചരിക്കാനും പറ്റിയ ഒരുവൾ വേറെയുണ്ടോ? അയാൾക്ക് അമിതമായ സങ്കടം വന്നു. ഇരുട്ടായതിനാൽ കണ്ണുകൾ തുളുമ്പിയതും കവിഞ്ഞൊഴുകിയതും ആരും കണ്ടില്ല. അയാൾ വീട്ടുമുറ്റത്തെത്തുമ്പോൾ രാവേറെ ചെന്നിരുന്നു. കുട്ടികളും പാച്ചിയമ്മയും ഉറങ്ങിയോ? അയാൾ ശ്രദ്ധിച്ചു.
കുട്ടികളുടെ റൂമിൽ ലൈറ്റുണ്ട്. അധീന പഠിക്കുകയാവും. അയാൾ വരാന്തയിലേക്ക് കയറി. വാതിൽക്കൽ നിൽക്കുമ്പോൾ രമണൻ അതിയായി ആഗ്രഹിച്ചു പോയി. വാതിൽ തുറക്കുന്നത് ഭാനു ആയിരുന്നെങ്കിൽ, അവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ. വിജയൻ പറഞ്ഞതുപോലെ സ്നേഹത്തോടെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് തരാനും അടുത്തിരുന്ന് വിളമ്പി കൂട്ടാനും കിടക്കുമ്പോൾ അരികെ ചേർന്ന് കിടക്കാനും അവൾ ഉണ്ടായിരുന്നെങ്കിൽ. ഒരു ശക്തിയായിരുന്നു അവൾ. ഭാനുവിൻ്റെ ഓർമ്മകൾ അയാളെ വീണ്ടും തളർത്തി. ചൂണ്ടുവിരൽ മെല്ലെ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിലമർന്നു. പഠിക്കുകയായിരുന്ന അധീന ശബ്ദം കേട്ടു. എഴുതിക്കൊണ്ടിരുന്ന പേന ടേബിളിൽ വെച്ച് അവൾ എഴുന്നേറ്റു. ക്ലോക്കിലേക്ക് നോക്കി. സമയം 12:30. അധീന അടുത്ത മുറിയിലേക്ക് ചെന്നു. പാച്ചിയമ്മ നല്ല ഉറക്കമാണ്. മുത്തശ്ശി, അധീന പാച്ചിയമ്മയെ തട്ടി വിളിച്ചു. കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട് മുത്തശ്ശി, അച്ഛനായിരിക്കും വന്നത്. ഈ പാതിരാ വരെ ഇവൻ എവിടെ പോയിരിക്കുമായിരുന്നു? പാച്ചിയമ്മ ദേഷ്യപ്പെട്ടു തിരിഞ്ഞു കിടന്നു. നേരം വെളുത്താൽ അന്തിയോളം അടുക്കളയിൽ കിടന്ന് പാടുപെടുകയാണ് ഞാൻ. ഒന്ന് നടുനിവർത്തുമ്പോൾ കയറി വന്നേക്കുന്നു. നീ ചെന്ന് കതക് തുറന്ന് കൊടുക്കടി. അധീന പിന്തിരിഞ്ഞു. ലൈറ്റ് ഇട്ടുകൊണ്ട് അവൾ ചെന്ന് മുൻവാതിൽ തുറന്നു. അവൾ കണ്ടു വാതിൽ പടിയിൽ പിടിച്ച് ആടി നിൽക്കുന്ന അച്ഛൻ. വല്ലാത്ത നാറ്റം. അച്ഛൻ ഇന്നും മദ്യപിച്ചിട്ടുണ്ട്. അധീന ദയനീയമായി അയാളെ നോക്കി. അമ്മ ഉറങ്ങിയോടി. രമണൻ വരാന്തയിൽ നിന്ന് വീടിനുള്ളിലേക്ക് കയറി. മുത്തശ്ശി ഉറങ്ങി. അയാൾ വേഗം കിടപ്പുമുറിയുടെ ഭാഗത്തേക്ക് നീങ്ങി. അച്ഛൻ കുളിക്കുന്നില്ലേ? ഇല്ല. എങ്കിൽ ഞാൻ ചോറ് വിളമ്പിത്തരാച്ചാ. വേണ്ട, ഞാൻ കഴിച്ചു. അയാൾ വേഗം മുറിയിലേക്ക് കയറി. അധീനയ്ക്ക് സങ്കടം വന്നു. ടേബിളിലെ പാത്രങ്ങളിൽ അച്ഛന് വിളമ്പി കൊടുക്കാനുള്ള ചോറും കറികളും ഇരിക്കുന്നു. അച്ഛാ, അവൾ വീണ്ടും വിളിച്ചു. അയാൾ മുറിക്കുള്ളിൽ നിന്ന് തിരിഞ്ഞു നോക്കി. അച്ഛൻ ബിസ്ക്കറ്റൊന്നും വാങ്ങിയില്ലേ? ബിസ്ക്കറ്റോ? രമണൻ നെറ്റി ചുളിച്ചു. ബിസ്ക്കറ്റ് തീർന്നു പോയച്ചാ. വൈകുന്നേരം പൊന്നുകുട്ടി കരച്ചിലായിരുന്നു ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ്. ആരിയും ചാഢ്യം പിടിച്ചു. അമ്മയുടെ കയ്യിൽ ഞാൻ രൂപ കൊടുത്തിട്ടുണ്ടല്ലോ, അത് വാങ്ങി അവർക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കാൻ വയ്യായിരുന്നോ? രമണൻ്റെ സ്വരത്തിൽ ഈർഷ്യ നിറഞ്ഞത് അധീന അറിഞ്ഞു. എങ്കിലും അവൾ പറഞ്ഞു, നാളെ ഞാൻ വാങ്ങിക്കൊടുത്തോളാം അച്ഛാ. അയാൾ വാതിൽ വലിച്ചടച്ചു. പിന്നെ ബെഡിലേക്ക് കമിഴ്ന്നടിച്ച് വീണു. അധീനയ്ക്ക് കൂടുതൽ സങ്കടം വന്നു. അവൾ ചെന്ന് ടേബിളിൽ നിന്ന് ചോറും കറികളും എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. ചോറ് കലത്തിലിട്ട് വെള്ളമൊഴിച്ചു. കറികൾ ഫ്രിഡ്ജ് തുറന്ന് അതിലേക്ക് വെച്ചു. വരാൽ വറുത്തതും കാരി കാറി വെച്ചതുമുണ്ട്. അത് പുറത്തിരുന്നാൽ രാവിലത്തേക്ക് ചീത്തയായി പോകും. മീൻകാരൻ ഏത് മീൻ കൊണ്ടുവന്നാലും പാച്ചിയമ്മ അത് വാങ്ങും. ഇഷ്ടത്തിനനുസരിച്ച് കറി വയ്ക്കും. മുളക് പുരട്ടി പൊരിക്കും. ചെറിയ മീൻ മതിയെന്നോ ചെലവ് ചുരുക്കണമെന്നോ രമണൻ പറയാറില്ല. അധീന അച്ഛൻ്റെ മുറിയുടെ അടഞ്ഞ വാതിൽക്കലേക്ക് നോക്കി. അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛൻ ഒരുപാട് മാറിപ്പോയി. ഇപ്പോൾ മദ്യപിച്ചേ വീട്ടിൽ വരൂ. പൊന്നുകുട്ടിയോടും ആര്യയോടും പോലും സംസാരിക്കില്ല. അവരെ കൊഞ്ചിക്കില്ല. അവർക്ക് വേണ്ടി പലഹാരമോ ബിസ്ക്കറ്റോ വാങ്ങാറില്ല. അധീനയുടെ നെഞ്ചിലൊരു തേങ്ങൽ വന്നു. എഴുതിയിരുന്ന നോട്ട് പൂർത്തിയാക്കാൻ ടേബിളിനരികിലേക്ക് നീങ്ങുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ അധീന അടുക്കളയിൽ നിന്നു തേങ്ങ ചിരകുമ്പോഴാണ് വഴിയിൽ മീൻവണ്ടിയുടെ ഹോണടി കേട്ടത്. ഉപ്പുമാവുണ്ടാക്കിയായിരുന്ന പാച്ചിയമ്മ അധീനയെ നോക്കി. എടി പെണ്ണേ, നീ ഇതൊന്ന് ഇളക്കി വാങ്ങിയേക്കെ, ഞാൻ മീൻ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. അവർ ഒരു ഉരുളിച്ചട്ടി കയ്യിലെടുത്തു. അധീന പാച്ചിയമ്മയുടെ കയ്യിൽ നിന്നും തവി വാങ്ങി ഉപ്പുമാവ് ഇളക്കാൻ തുടങ്ങി. പാച്ചിയമ്മ അടുക്കളവാതിലിലൂടെ ഇറങ്ങി മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ രമണൻ മുന്നിലുണ്ട്. അയാൾ പല്ല് തേക്കുകയാണ്. നീ ഇന്നലെ പാതിരാത്രി വരെ എവിടെയായിരുന്നടാ? പാച്ചിയമ്മ മകൻ്റെ അടുത്തേക്ക് ചെന്ന് ശാസനയോടെ ചോദിച്ചു. എനിക്ക് പല അത്യാവശ്യങ്ങളുമുണ്ട്, അതിന് പോയി. അമ്മയുടെ ഒരു ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ രമണൻ പറഞ്ഞു. അവരുടെ മുഖം വീർത്തു. ഞാൻ ചോദിച്ചത് നിനക്ക് പിടിച്ചില്ല അല്ലേ? രമണന് മൗനം. പിടിച്ചില്ലേ വേണ്ട, നീയൊരു 10-200 രൂപയും എടുക്ക്. മീൻവണ്ടി ഇപ്പോൾ പോകും. ഇന്നലെ തന്ന കാശൊക്കെ തീർന്നോമേ? രമണൻ നെറ്റി ചുളിച്ചു. ഒരു ചോദ്യം ചെയ്യല്. നീ തന്ന നോട്ട് ഞാൻ തിന്നു തീർത്തതൊന്നുമല്ല. പാച്ചിയമ്മയ്ക്ക് ദേഷ്യം വന്നു. 1000 രൂപ കൊടുത്താൽ ഒരു സഞ്ചിയിൽ കൊള്ളുന്ന സാധനമേ കിട്ടൂ. ഭാനു ഉണ്ടായിരുന്നപ്പോൾ ആവശ്യത്തിനുള്ള സാധനം വാങ്ങിയിട്ട് അവൾ മിച്ചം വയ്ക്കുമായിരുന്നു. നിന്റെ കെട്ടിയോളെ പോലെ ലുബ്ധിക്കാനൊന്നും എനിക്കറിയാൻ മേല. അറിയാൻ മേലെങ്കിൽ എന്നും ഇനി വില കൂടിയ മീനൊന്നും വാങ്ങി തിന്നണ്ട. തല മൂടുന്ന വിധത്തിലാ കടം. അത് ശരി, ഞാനിത്തിരി മീൻ കൂട്ടുന്നതാന്ന് വലിയ ചെലവല്ലേ? തലമുട്ട കടമുള്ള നിനക്ക് ദിവസവും കള്ളു കുടിക്കാൻ കാശുണ്ടല്ലോ. പാച്ചിയമ്മയ്ക്ക് കലി കൊണ്ടു. അമ്മ എന്നെ ഭരിക്കാൻ നിൽക്കണ്ട. കള്ളു കുടിയെ പഴിച്ചത് രമണന് പിടിച്ചില്ല. ഞാൻ ഭരിക്കാൻ നിൽക്കുന്നില്ലടാ. പാച്ചിയമ്മ കയ്യിലിരുന്ന ചട്ടി മുറ്റത്തേക്ക് ആഞ്ഞൊരേറ്. അത് പൊട്ടിച്ചെറിയ ശബ്ദം കേട്ട് അധീന
അടുക്കളയിൽ നിന്ന് ഓടിയെത്തി. അവൾക്കൊപ്പം ആര്യയും ആമയും പകച്ചു നിന്നു. പാച്ചിയമ്മ ആ കുഞ്ഞുങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി. നിന്റെ ഈ 3 പിള്ളേർക്ക് വേണ്ടി രാവും പകലും പെടാപ്പാട് പെടുന്നവളാ ഞാൻ. എന്നിട്ടും വിശപ്പടക്കാൻ ഞാൻ കഴിച്ച ആഹാരത്തിന് നീ കണക്കു പറഞ്ഞു. നിന്റെ കൂടെ ഇനി ഞാൻ നിൽക്കുകയല്ലടാ. പാച്ചിയമ്മ അകത്തേക്ക് പാഞ്ഞു കയറി. പിന്നെ തൻ്റെ സഞ്ചിയും പൊക്കിയെടുത്ത് പോയ വേഗത്തിൽ തന്നെ അവർ തിരിച്ചെത്തി. മകൻ്റെ മുൻപിൽ നിന്ന് അവർ കലിതുള്ളി. ചത്തുപോയ നിന്റെ കെട്ടിയോളുണ്ടല്ലോ, അവളെ ലുപ്തിച്ച് ചെലവാക്കിയ പോലെ ഇനിയും മുമ്പോട്ട് പോകണേ. എൻ്റെ മോനൊരു കാര്യം ചെയ്യ്, ചെന്ന് പുതിയൊരുത്തിയെ കെട്ടിക്കൊണ്ടുവാ. അവൾ നോക്കിക്കോളും നിന്റെ ഇവളുടെയും കാര്യങ്ങൾ. പാച്ചിയമ്മ പടിക്കിലേക്ക് പാഞ്ഞു. അമ്മേ നിൽക്ക്, ഇങ്ങോട്ട് വാമേ. പരിഭ്രമിച്ചു പോയ രമണൻ പിന്നാലെ ചെന്ന് അമ്മയെ വിളിച്ചു. നീ വിളിച്ചാൽ ഇനി എൻ്റെ പട്ടി വരുമടാ, പുച്ഛത്തോടെ പറഞ്ഞ് പാച്ചിയമ്മ വഴിയിലേക്കിറങ്ങി ധൃതിയിൽ നടന്നു. രമണൻ പകച്ചു നിന്നു. അധീനയും അതേ നിലയിൽ നിന്നു. ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു. മുത്തശ്ശി പിണങ്ങിപ്പോയി. ഇനി മുത്തശ്ശി പോകല്ലേ, വാ ഇങ്ങോട്ട് വാ. കുഞ്ഞിക്കൈ നീട്ടി ആംഗ്യം കാട്ടിക്കൊണ്ട് ആമി വിളിച്ചു. പാച്ചിയമ്മ വിളി കേട്ടില്ല, തിരിച്ചു വന്നുമില്ല. അച്ഛാ, അമ്പരപ്പോടെ അധീന വിളിച്ചു. മുത്തശ്ശിയോട് പോകല്ലേ എന്ന് പറയച്ചാ, തിരിച്ചു വരാൻ പറ. അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തി. ആര്യയും രമണനെ നിർബന്ധിച്ചു. ഇന്നലെ കൊടുത്ത രൂപ തീർന്നോന്ന് ചോദിച്ചതേയുള്ളൂ. അത് അമ്മയ്ക്ക് ഇഷ്ടമായില്ല. അതിൻ്റെ വാശിക്ക് പോയതല്ലേ, പോട്ടെ, വൈകുന്നേരം പോയതുപോലെ ഇങ്ങ് തിരികെ വന്നോളും. അല്ലാതെ പിറകെ ചെല്ലാനൊന്നും എനിക്ക് പറ്റില്ല. അച്ചമ്മ വൈകുന്നേരം തന്നെ വരൂ അച്ഛ, അധീന ചോദിച്ചു. വരുമെന്ന് പറഞ്ഞില്ലേ, പിന്നെ നിനക്കെന്താ ഇത്ര സംശയം? രമണന് ദേഷ്യം വന്നു. അധീന പിന്നെ മിണ്ടിയില്ല. അവൾ അടുക്കളയിലേക്ക് മടങ്ങി. പെട്ടെന്ന് ആരുമില്ലാതായതുപോലെ അവൾക്ക് തോന്നി. മുത്തശ്ശി വലിയൊരു ധൈര്യമായിരുന്നു എപ്പോഴും. അടുക്കളയിൽ ഒരുപാട് ജോലികൾ കിടക്കുന്നു. കഞ്ഞി അടുപ്പത്ത് തിളയ്ക്കുന്നുണ്ട്. കറികൾ ഒന്നും ആയിട്ടില്ല. പൊതിച്ചോറെടുക്കണം. ആര്യയെ ആമയെ ഒരുക്കണം. സ്കൂളിൽ പോകണം. അധീന ധൃതിയിൽ ജോലി തുടർന്നു. ഒരു വിധത്തിൽ അടുക്കളപ്പണി തീർത്തു. അനിയത്തമാരെ കുളിച്ചൊരുങ്ങാൻ സഹായിച്ചു. പൊതിച്ചോറെടുത്തു. ഇനി അവൾ അച്ഛനുള്ള പൊതിച്ചോറുമായി മുറിയിലേക്ക് ചെന്നു. പക്ഷേ രമണൻ അവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ പോയി ചേച്ചി, ആര്യ പറഞ്ഞു. പോയോ? അധീന അമ്പരന്നു. ചോറ് കൊണ്ടുപോയില്ലല്ലോ. അച്ഛന് ചോറ് വേണ്ടായിരിക്കും ചേച്ചി, ആമി പറഞ്ഞു. അധീനയ്ക്ക് സങ്കടം വന്നു. അച്ഛൻ ചോറ് പൊതി ഇല്ലാതെ ജോലിക്ക് പോകാറില്ലായിരുന്നു. ഇപ്പോൾ പതിവാകെ മാറിയിരിക്കുന്നു. സങ്കടം ഒതുക്കിക്കൊണ്ട് അവൾ വേഗം പോയി കുളിച്ച് സ്കൂളിലേക്ക് പോകാൻ സമയമാകുന്നു. ഇനി ധൃതിയിൽ ഒരുങ്ങണം. കഴുകിയ തുണികൾ മുറ്റത്തെ അയിലേക്ക് വിരിക്കുന്നതിനിടയിലാണ് രേവതി അത് കണ്ടത്. ഗേറ്റ് കടന്ന് പാച്ചിയമ്മ വരുന്നു. ദൈവമേ! ധരിച്ചിരുന്ന നൈറ്റിയിൽ നനഞ്ഞ കൈത്തലങ്ങൾ തുടച്ച് രേവതി വേഗം അമ്മയുടെ അടുക്കലേക്ക് നടന്നു. രമണനെ പോലെ ഒരുപാട് ഉയരമുള്ള പ്രകൃതമല്ല അവൾക്ക്. പൊക്കം കുറവാണ്. പാച്ചിയമ്മയെപ്പോലെ വെളുത്തതാണവൾ. ഒതുക്കമുള്ള ശരീരപ്രകൃതമാണ്. ആഭരണങ്ങളോട് ഭ്രമമുള്ളതിനാൽ കാതിൽ കല്ല് വെച്ച ഞാത്തും തടിച്ച കഴുത്തിൽ സ്വർണ്ണ ചെയിനും ധരിച്ചിട്ടുണ്ട്. കൈത്തണ്ടകളിൽ വളകളുമുണ്ട്. അമ്മ എന്താ ഇത്ര രാവിലെ? പാച്ചിയമ്മയുടെ അടുത്ത് ചെന്നപാട് രേവതി ചോദിച്ചു. എന്താടി ഇത്ര രാവിലെ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വരാൻ മതിയോ? പറയുക മാത്രമല്ല, പാച്ചിയമ്മ വെട്ടിത്തിരിഞ്ഞ് നടക്കുകയും ചെയ്തു. അമ്മ ദേഷ്യത്തിലാണെന്ന് രേവതിക്ക് മനസ്സിലായി. ഇതെന്നാ അമ്മേ? രേവതി വേഗം ഗേറ്റിനടുത്തേക്ക് പാഞ്ഞു ചെന്നു. ഇത്ര രാവിലെ അമ്മ വരുന്ന പതിവില്ല, അതുകൊണ്ട് ചോദിച്ചതല്ലേ. ഉടനെ അങ്ങ് പിണങ്ങിപ്പോയാലോ? രേവതി പരിഭവിച്ചു. ഞാൻ ഒറ്റ മകളാ, എന്നിട്ടും അമ്മ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അത് രേവതിയുടെ തുറുപ്പുചീട്ടായിരുന്നു. അത് പുറത്തെടുത്തതോടെ പാച്ചിയമ്മ നിന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് ആരാടി പറഞ്ഞത്? പാച്ചിയമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. എന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അമ്മ ഒരാഴ്ച തികച്ച് എൻ്റെ കൂടെ നിൽക്കത്തില്ലായിരുന്നോ? രേവതി അടുത്ത നമ്പർ കൂടി എടുത്തിട്ടു. എനിക്ക് അച്ഛനില്ല. അച്ഛനെ ദൈവം നേരത്തെ അങ്ങ് വിളിച്ചു. ഇനി അമ്മയേയുള്ളൂ. എന്നിട്ടും രേവതിയുടെ കണ്ണുകൾ തുളുമ്പി. അവൾ വെറുതെ മൂക്കൊന്നു പിഴിയുകയും ചെയ്തു. പാച്ചിയമ്മ ശരിക്കും വീണു കഴിഞ്ഞു. നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോടി ഞാനിവിടെ നിൽക്കാത്തത്? ഭാനുവിന് അസുഖമായിരുന്നു എന്ന് നിനക്കറിയത്തില്ലേ? അറിയാം. പക്ഷേ അസുഖക്കാരി ഇപ്പോഴില്ലല്ലോ. ഇല്ല, പക്ഷെ പറക്കം മുറ്റാത്ത 3 പെൺകുഞ്ഞുങ്ങളില്ലേടി അവിടെ ഉള്ളത്. അതുങ്ങളെ കണ്ടില്ലെന്ന് വെച്ച് ഞാൻ എങ്ങനെയാടി നിൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത്? പറ. അതുങ്ങളെ കണ്ടില്ലെന്ന് വെച്ച് അമ്മയിങ്ങ് പോരാൻ ഞാൻ പറഞ്ഞോ? രേവതി കരുതലോടെ പറഞ്ഞു. ഇടയ്ക്ക് 1-2 ദിവസമെങ്കിലും അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ വയ്യേന്നാ ചോദിച്ചത്. എനിക്കുമുണ്ട് 2 കുഞ്ഞുങ്ങൾ. അതുങ്ങൾ വെല്ലുമ്മിച്ചിയെ കാണണമെന്ന് പറയാറില്ലേ?
അതുങ്ങളെ കാണാനല്ലേടി ഞാൻ ഇപ്പോൾ വന്നത്. അവരെവിടെ? സ്കൂളിൽ പോയോ? പോയമ്മേ. അമ്മ അകത്തേക്ക് കയറി വാ. രേവതി സ്നേഹത്തോടെ ക്ഷണിച്ചു. രേവതിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തവൻ സോജു 3-ാം ക്ലാസ്സുകാരനാണ്. ഇളയവൻ രോജു 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പാച്ചിയമ്മ മകളോടൊപ്പം വീടിനുള്ളിലേക്ക് കയറി. സോമൻ ജോലിക്ക് പോയോടി? രാവിലെ പോയമ്മേ. ഒരു ചിട്ടിക്കമ്പനിയിലാണ് സോമന് ജോലി. പണമുണ്ടാക്കാൻ മിടുക്കനാണ്. 1 രൂപ പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യും. ഒറ്റ നിലയിൽ വാർത്ത മനോഹരമായ ആ വീട് സോമൻ സ്വന്തം പ്രയത്നം കൊണ്ടുണ്ടാക്കിയതാണ്. രേവതി വേഗം ഒരു ചായയുണ്ടാക്കി ചൂടോടെ പാച്ചിയമ്മയ്ക്ക് നൽകി. ചായ മാത്രം പോരടി, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. കഴിക്കാനും എന്തേലും വേണം മോളെ, പാച്ചിയമ്മ ആവശ്യപ്പെട്ടു. അമ്മ എന്താ അവിടെ നിന്നൊന്നും കഴിക്കാതെ പോന്നത്? രേവതി ചോദിച്ചു. അതിനിടയിൽ തന്നെ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയും മുട്ടക്കറിയും ഒരു പ്ലേറ്റിൽ എടുത്തു വെക്കുകയും ചെയ്തു. പാച്ചിയമ്മ ചപ്പാത്തി മുറിച്ച് മുട്ടക്കറിയിൽ മുക്കി കഴിച്ചു തുടങ്ങി. അമ്മ അവിടെ നിന്ന് വഴക്കിട്ട് പോന്നതാണോ? ആ. കഴിക്കുന്നതിനിടയിൽ പാച്ചിയമ്മ മൂളി. എന്താമേ കാര്യം? അവൻ തരുന്ന രൂപ മുഴുവൻ ഞാൻ ധാരാളിച്ച് തിന്നു തീർക്കുവാണെന്ന്. രമണേട്ടൻ അങ്ങനെ പറഞ്ഞോ? രേവതി അമ്പരന്നു. പിന്നെ ഞാൻ എന്നെ കള്ളം പറഞ്ഞതാണോ? പാച്ചിയമ്മയ്ക്ക് അരിശം വന്നു. അവൻ തലമൂടുന്ന വിധം കടം കയറ്റി വെച്ചു.